പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ലോകബാങ്ക് ഫണ്ടിലേക്ക് $4 ബില്യൺ വാഗ്ദാനം ചെയ്ത ബൈഡൻ ദരിദ്ര രാജ്യങ്ങൾക്ക് ഗ്രാന്റുകളും വളരെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും നൽകുന്ന IDA ഫണ്ടിലേക്കാണ് US സംഭാവന നൽകുക. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾക്കായുള്ള ലോകബാങ്കിന്റെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഫണ്ടിലേക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ $4 ബില്യൺ സംഭാവന വാഗ്ദാനം ചെയ്തു. റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിയുടെ അവസാന സെഷനിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 2021 ഡിസംബറിൽ IDA ഫണ്ടിലേക്ക് നൽകിയ $3.5 ബില്യൺ റെക്കോർഡ് തിരുത്തിക്കുറിക്കും. മുൻകാലങ്ങളിൽ വിദേശ സഹായം വെട്ടിക്കുറയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ട്രംപും ശതകോടീശ്വരൻ ടെസ്ലയും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കും പുതിയ ഗവൺമെന്റ് കാര്യക്ഷമതാ പാനലിലൂടെ US ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനാൽ ബൈഡന്റെ പ്രതിജ്ഞ പാലിക്കുമോ എന്ന് വ്യക്തമല്ല. ട്രംപിന്റെ ട്രാൻസിഷൻ ടീമിന്റെ വക്താവ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ദരിദ്ര രാജ്യങ്ങൾക്ക് പ്രധാനമായും ഗ്രാന്റുകളും വളരെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും നൽകുന്ന ലോകബാങ്കിന്റെ IDA ഫണ്ട് ഓരോ 3 വർഷത്തിലും നികത്തുന്നു. കൂടാതെ ഒരു പ്രതിജ്ഞാ സമ്മേളനം ഡിസംബർ 5-6 വരെ സോളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ ദുരന്തങ്ങൾ, സംഘർഷങ്ങൾ, മറ്റ് സമ്മർദ്ദങ്ങൾ എന്നിവയുമായി പൊരുതുന്ന ആഫ്രിക്കയിലെയും മറ്റിടങ്ങളിലെയും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങൾ വർദ്ധിച്ചുവരികയാണ്. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ IDA ഫണ്ട് റീഫണ്ടിങ്ങിൽ കൂടുതൽ തുക ലക്ഷ്യമിടുന്നു. ഒക്ടോബറിൽ നടന്ന IMF ലോകബാങ്ക് വാർഷിക യോഗത്തിൽ സ്പെയിൻ അതിന്റെ സംഭാവന 37% വർദ്ധിപ്പിച്ച് €400 മില്യൺ ആക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഡെൻമാർക്ക് സംഭാവനയിൽ 40% വർധന പ്രഖ്യാപിച്ച് ഏകദേശം $492 മില്യൺ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷം 64,716 അധിക H-2B വിസകൾ നൽകുമെന്ന് US. കാർഷികേതര മേഖലകളിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നതിനാണ് നീക്കം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് അധികമായി H-2B വിസകൾ ലഭ്യമാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ വിസകൾ സർക്കാർ പ്രതിവർഷം നിർബന്ധിതമാക്കുന്ന 66,000 H-2B വിസകൾക്ക് അനുബന്ധമായി പ്രവർത്തിക്കും. തുടർച്ചയായ 3-ാം വർഷമാണ് H-2B വിസ പ്രോഗ്രാം വിപുലീകരിച്ചത്. തൊഴിലാളികളുടെ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം US ബിസിനസ്സുകളെ ഈ നീക്കം പിന്തുണയ്ക്കുമെന്ന് DHS സെക്രട്ടറി അലജാൻഡ്രോ N. മയോർക്കസ് പറഞ്ഞു. ഇത് ക്രമരഹിതമായ കുടിയേറ്റത്തെ തടയുകയും ഉപഭോക്തൃ വില നിർണയം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മടങ്ങിവരുന്ന തൊഴിലാളികൾക്ക് അധിക H-2B വിസകൾ ലഭ്യമാണ്. വിപുലീകരിച്ച വിസ കോട്ടയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളോടെ ഏജൻസികൾ ഒരു താൽക്കാലിക അന്തിമ നിയമം ഉടൻ പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇന്ത്യയുമായുള്ള സഹകരണം UK-യിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രഖ്യാപനം. വിദേശത്ത് വ്യാപാരം വർദ്ധിപ്പിക്കേണ്ടത് സ്വദേശത്ത് ശക്തമായ സമ്പദ് വ്യവസ്ഥ എത്തിക്കുന്നതിന് അത്യാവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യയുമായി ഒരു വ്യാപാര ഇടപാട് ചർച്ച ചെയ്യാൻ UK പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായി ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തം UK തേടുമെന്നും സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ എത്രയും വേഗം പുനരാരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UK-യുമായുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന് വളരെയധികം മുൻഗണനയുണ്ട്. വരും വർഷങ്ങളിൽ സാങ്കേതിക വിദ്യ, ഹരിത ഊർജം, സുരക്ഷ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ചു പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും മോദി പറഞ്ഞു. 2022 ജനുവരിയിലാണ് ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഉയർന്ന താരിഫ് തടസ്സങ്ങൾ മറികടന്ന് ഇന്ത്യയുടെ വലുതും വളരുന്നതുമായ വിപണിയിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ കരാർ ലക്ഷ്യമിടുന്നു. ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപങ്ങൾ, ബൗദ്ധിക സ്വത്തവകാശങ്ങൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 10 സെക്ടറുകളിലേക്ക് പുതിയ വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച ഇത്തിഹാദ് എയർവേസ്. സർവീസുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അബുദാബി വിമാന കമ്പനിയുടെ നീക്കം. നിലവിൽ 83 സെക്ടറുകളിലേക്കാണ് ഇത്തിഹാദ് എയർവേസ് സർവീസുകൾ നടത്തിവരുന്നത്. പുതിയ 10 സർവീസുകൾ കൂടിയാകുമ്പോൾ ഇത് 93 ഉയരും. ഇത്തിഹാദ് എയർവേസിന്റെ പദ്ധതികളിലെ പുതിയ നാഴികക്കല്ലാണ് ഈ പ്രഖ്യാപനം.
എന്നാൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ തുടങ്ങുകയെന്ന കാര്യം നവംബർ 25-ന് കമ്പനി പ്രഖ്യാപിക്കുകയുള്ളൂ. തങ്ങളുടെ ഉപയോക്താക്കളെ ഏറെ സന്തോഷിപ്പിക്കുന്ന പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാൻ ഏറെക്കുറെ തയ്യാറായിരിക്കുകയാണെന്നും 2025-ലേക്കുള്ള പുതിയ 3 സെക്ടറുകളിൽ പ്രേഗ്, വാർസോ, അൽ അലൈമൻ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും കൂടിക്കാഴ്ച നടത്തി. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് വാങ് യി എസ് ജയശങ്കറിനോട് പറഞ്ഞു. പ്രാദേശിക എതിരാളികൾക്കിടയിൽ കൂടുതൽ പരസ്പര വിശ്വാസത്തിന്റെയും സംശയം കുറയുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ചും വാങ് സംസാരിച്ചു. തർക്കമുള്ള ഹിമാലയൻ അതിർത്തിയുടെ ഇരുവശത്തും സൈനിക തർക്കം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും നടപ്പാക്കാൻ തുടങ്ങിയിരുന്നു. കസാനിൽ നേതാക്കൾ ഉണ്ടാക്കിയ ഉടമ്പടികൾ ആസൂത്രണം ചെയ്തതുപോലെ നടപ്പാക്കുകയാണെന്ന് ജയശങ്കർ സ്ഥിരീകരിച്ചു. മാധ്യമപ്രവർത്തകരെ കൈമാറുന്നതിലും വിസകൾ സുഗമമാക്കുന്നതിലും സഹകരണം ശക്തമാക്കണമെന്നും വാങ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.